രാമായണം പോലെ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച ഗ്രന്ഥമില്ലെന്ന് അമ്മ പറയാറുണ്ടെന്ന് കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. മനുഷ്യരാശിക്ക് ഒരു മാതൃക വഴികാട്ടിയാണ് രാമായണമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ഓം അമൃതേശ്വരി നമഃ. കർക്കിടകമാസം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് രാമായണ മാസമായിട്ട് പൊതുവെ ഹിന്ദു സമൂഹങ്ങളിൽ ആരാധിക്കാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്. രാമസ്മൃതികൾ ഉണരുന്ന സമയമാണ്. അമ്മ പറയാറുണ്ട്, രാമായണം പോലെ മനുഷ്യ മനസ്സിനെ ഇത്രയും സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥമുണ്ടോ എന്നറിയില്ല. അത് മഹാഭാരതത്തെയും കടന്നു നിൽക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മഹാഭാരതത്തിൽ ഒരുപാട് ഗഹനങ്ങളായ കാര്യങ്ങളുണ്ട്. എന്നാൽ രാമായണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അതിൻ്റെ കുടുംബ ബന്ധങ്ങളിലെ പവിത്രതകൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ഒരു വലിയൊരു മാതൃകയാണ് നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാകണം ഇന്നും മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. 1000 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കൃതി അല്ലെങ്കിൽ അത് സംഭവം, അത് ചരിത്രമാണ് സത്യത്തിൽ. ഇന്ന് ചിലർ ചരിത്രമല്ല എന്ന് പറയുന്നവരുണ്ട്. രാമൻ ജീവിച്ചിരുന്നല്ല, രാമൻ മിത്താണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ രാമായണം എഴുതിയ ഒരാളുണ്ട്, വാൽമീകി. ആ വാൽമീകി പറയുന്നുണ്ട്, ഇത് ഇതിഹാസമാണെന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമുക്കെന്നും മനുഷ്യരാശിക്കെന്നും ഒരു മാതൃക മുമ്പിലുണ്ടായിരിക്കണം. എന്നാലേ അവരെ നമുക്ക് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു മാതൃക, ഒരു റോൾ മോഡൽ എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. വാൽമീകി മഹർഷിയുടെ ചോദ്യം തന്നെ അതായിരുന്നു നാരദ മഹർഷിയെ കണ്ടപ്പം. അങ്ങ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കോൻ അസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ആരെങ്കിലും അങ്ങനെ നാരദ മഹർഷിയെ അങ്ങ് കണ്ടിട്ടുണ്ടോ? പൂർണ്ണമായും ഗുണവാനായിട്ടെന്നാണ്, ധർമ്മജ്ഞനായിട്ട്, ദൃഢവ്രതനായിട്ട്, സത്യവാക്കായിട്ട്, വീര്യവാനായിട്ട്, സർവഭൂതഹിതനായിട്ട് ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. 16 ഗുണങ്ങളെ എടുത്ത് പറയുന്നുണ്ട്. ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് വാൽമീകി മഹർഷി രാമനെ കാണുന്നത്. എന്നാൽ ചിലർ രാമൻ്റെ ധാർമ്മിക നടപടികളിൽ സംശയിക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. വാൽമീകിയെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല, വാൽമീകി തന്നെയാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അത് പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സീതാ പരിത്യാഗത്തിൻ്റെ സമയത്ത്, ബാലിവധത്തിൻ്റെ കാര്യത്തിൽ, ഇതൊക്കെ പലരും ഇന്നും സമൂഹത്തിൽ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്കാരുണ്ട്. എന്നാൽ രാമൻ എന്താണോ കാണിച്ചത് ധർമ്മമാണ്. കാരണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോയേന ഗതസ്സ പന്ഥ എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ധർമ്മത്തിൻ്റെ തത്വം മനുഷ്യർക്ക് എളുപ്പമല്ല അത് മനസ്സിലാക്കാനായിട്ട്, അത്രയും നിഗൂഢമാണെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ധർമ്മത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വരുമ്പോൾ മഹാജനോയേന ഗതസ്സ പന്ഥ എന്ന് പറയുന്നുണ്ട്. മഹാജനങ്ങൾ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, ആ വഴിയിലൂടെ. അപ്പോൾ അവർ കാട്ടിത്തന്നത് നമുക്ക് ധർമ്മമാണ്. ആ ധർമ്മത്തിൻ്റെ വഴിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.